ഹായ് ഓൾ, എഡ്യൂസൈക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എഡ്യൂസൈക്കിൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിയാഷെ തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. പിയാഷെ എന്ന് പറയുന്നൊരു സ്വിസ് സൈക്കോളജിസ്റ്റാണ്. ഇദ്ദേഹം കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ലോകത്തിനെക്കുറിച്ച് കുട്ടികൾ മെൻ്റൽ മോഡൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറിക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ ഇദ്ദേഹം പറഞ്ഞ കുറച്ച് ടേംസ് അതല്ലെങ്കിൽ കീ കൺസെപ്റ്റ്സ് ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കുക. അത് ഫസ്റ്റ് എന്ന് പറയുന്നത് സ്കീമ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഉള്ളൊരു കാറ്റഗറി ഓഫ് നോളജിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. അത് മേ ബി മെൻ്റൽ ആക്ഷൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഫിസിക്കൽ ആക്ഷൻസ് ആയിരിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വീട് എന്നുള്ളൊരു ടേം കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു മെൻ്റൽ ഇമേജ് വരും, അതല്ലേ? ഒരു വീട്, അതിൻ്റെ ഫ്രണ്ടിലൊരു ഡോർ ഉണ്ടായിരിക്കും, ജനലുണ്ടായിരിക്കും, മുറ്റത്ത് കുറച്ച് പൂക്കളുണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു മെൻ്റൽ ഇമേജ് നമുക്ക് ഓട്ടോമാറ്റിക് വരും, അല്ലേ? ഇതിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേമാണ് അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു എക്സിസ്റ്റിംഗ് സ്കീമയിലേക്ക് നമ്മൾ പുതിയ ഇൻഫോർമേഷനെ നമ്മൾ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. അക്കമഡേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് സ്കീമയിലുള്ള കാര്യത്തിനെ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ അക്കമഡേഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, അസിമിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ആദ്യമായിട്ട് 4 കാലുള്ളൊരു എനിമലിനെ കാണുകയാണ്. അപ്പോൾ ആ ഒരു മൃഗത്തെ കണ്ടപ്പോൾ കുട്ടി ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇതെന്താണ്, ഒരു കൗതുകമായിട്ട് കുട്ടി ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കും, മോനെ അല്ലെങ്കിൽ മോളെ, ഇതാണ് ഡോഗ് എന്ന് പറയും. അപ്പോൾ ആ കുട്ടി എക്സിസ്റ്റിംഗ് സ്കീമയിലേക്ക് ആഡ് ചെയ്യാണ്, അപ്പോൾ 4 കാലുള്ള പെറ്റ് എന്ന് പറയുന്നത് ഡോഗ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു. അപ്പോൾ എന്താണ്, ഒരു ന്യൂ ഇൻഫോർമേഷൻ കുട്ടി ആഡ് ചെയ്തു. അതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്പോൾ അക്കമഡേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് കുട്ടി ഒരിക്കൽ പൂച്ചേനെ കാണാൻ ഇടയുണ്ടായി. അപ്പോൾ ആ കുട്ടിയുടെ എക്സിസ്റ്റിംഗ് സ്കീം എന്താണ്, 4 കാലുള്ള എല്ലാതും ഡോഗാണ് എന്നാണ് കുട്ടിയുടെ എക്സിസ്റ്റിംഗ് സ്കീമ. അപ്പോഴാണ് കുട്ടി പൂച്ചേനെ കാണുന്നത്. അപ്പോൾ കുട്ടിയോട് ഇങ്ങനെ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് പൂച്ച എന്നുള്ളത്. 4 കാലാണെങ്കിലും മോനെ ഇതാണ് പൂച്ച എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടി റിയലൈസ് ചെയ്യുകയാണ്, അപ്പം 4 കാലുള്ളവർ എനിമൽസ് ആണ്, എല്ലാവരും ഡോഗ്സ് അല്ല, 4 കാലുള്ള എല്ലാവരും ഡോഗ്സ് അല്ല, അതിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത് എനിമലായിട്ടാണ് എന്നുള്ളത് കുട്ടി തിരിച്ചറിയാണ്. അപ്പോൾ എന്തായി, എക്സിസ്റ്റിംഗ് സ്കീമയിലെ കുട്ടി ചേഞ്ച് ചെയ്തു. അതാണ് അക്കമഡേഷൻ എന്ന് പറയുന്നത്. ഇനി വരുന്ന ടേമാണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഈ അസിമിലേഷൻ അക്കമഡേഷൻ തമ്മിലുള്ള ഒരു ബാലൻസിനെയാണ് നമ്മൾ അസിമിലേഷൻ അക്കമഡേഷൻ എന്ന് പറയുന്നത്. ഇതിലൊരു ഡൗട്ട് വരുമ്പോൾ കുട്ടി എന്ത് ചെയ്യും, ഡിസിക്വിലിബ്രിയത്തിലെത്തും. പിന്നീട് അത് ചേഞ്ച് ചെയ്ത് മാറ്റുമ്പോഴാണ് കുട്ടി ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്റ്റേജസ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിലേക്ക് കടക്കാം. പിയാഷെ പറഞ്ഞത് കുട്ടി ഡെവലപ്പ് ചെയ്യുന്നത് 4 സ്റ്റേജസിൽ കൂടിയാണെന്നാണ് പറയുന്നത്. കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത് 4 സ്റ്റേജിൽ കൂടിയാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് സെൻസറി മോട്ടർ, സെക്കൻഡ് ഈസ് പ്രീ ഓപ്പറേഷണൽ, തേർഡ് വൺ ഈസ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർത്ത് വൺ ഈസ് ഫോർമൽ ഓപ്പറേഷണൽ. സോ നമുക്ക് ഓരോ സ്റ്റേജും ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സെൻസറി മോട്ടോർ സ്റ്റേജ്. ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ബർത്ത് ടു 2 years ആണ്. ഇവിടെ കുട്ടി ലോകത്തിനെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ലേൺ ചെയ്യുന്നത് കുട്ടിയുടെ സെൻസസ്, ആക്ഷൻസ് ഇതുവഴിയായിരിക്കും. അതായത് ടച്ചിങ്, സക്കിങ്, ഗ്രാസ്പിങ്, ഇതുവഴിയാണ് കുട്ടി ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ കീ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുട്ടികളായിട്ടൊക്കെ കളിക്കാനിരിക്കുമ്പോൾ പറയും, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എറിയുന്ന പോലെ കാണിക്കുന്നു, എന്നിട്ട് അയ്യോ കാക്ക കൊത്തിക്കൊണ്ടുപോയി എന്നൊക്കെ പറയും, അല്ലേ? അപ്പോൾ അത് ആ കുട്ടി വിശ്വസിക്കും, ചെറുപ്പത്തിലാണെങ്കിൽ മാത്രം. പക്ഷെ പിന്നീട് കുട്ടി ഇത്തിരി വലുതായി 2 വയസ്സൊക്കെ ആവാനാകുമ്പോൾ കുട്ടി അത് വിശ്വസിക്കില്ല. അതിനെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു കാര്യം കുട്ടിയുടെ കൺമുന്നിൽ ഇല്ലെങ്കിലും ആ സാധനം സ്റ്റിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന ഒരു ബിലീഫിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ കുട്ടിയെ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ സെൻസറി മോട്ടോർ സ്റ്റേജ് തന്നെ
ഒരു 6 സെപ്പറേറ്റ് സബ് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് റിഫ്ലെക്സസ്. ഇത് 0 to 1 മന്തിലാണ് ഉണ്ടാവുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കാര്യം ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോളണ്ടറി ആക്ഷനാണത്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് റിഫ്ലെക്സ് അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, പെട്ടെന്നൊരു വലിയ വോയിസ് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ഞെട്ടും. അത് ചിലപ്പോൾ ഒരു ബോഡി മൂവ്മെൻറ്റും ഉണ്ടാക്കും അല്ലേ. അതിനെയാണ് നമ്മൾ റിഫ്ലെക്സസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് പ്രൈമറി സർക്കുലർ റിയാക്ഷൻ. ഇത് 1 to 4 മന്തിലാണ് ഉണ്ടാവുന്നത് അല്ലേ. ഇവിടെ കുട്ടി പ്ലഷറബിൾ ആക്ഷൻസ് സ്വന്തം ബോഡിയിൽ നിന്ന് തന്നെ കണ്ടെത്തും അല്ലെങ്കിൽ ഉണ്ടാക്കും. ലൈക്ക് ഇങ്ങനെ ഫിംഗർ സക്ക് ചെയ്യുക, അതല്ലെങ്കിൽ കാലിട്ടടിക്കുക, ഈ രീതിയിൽ കുട്ടി ഇങ്ങനെ പ്ലഷറബിൾ ആക്ഷൻസ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ പ്രൈമറി സർക്കുലർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ. ഇവിടെ കുട്ടി പ്രൈമറിയിൽ ആദ്യം ബോഡിയിൽ നിന്ന് തന്നെയായിരുന്നു പ്ലഷറബിൾ ആക്ഷൻസ് ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ കുട്ടി പ്ലഷറബിൾ ആക്ഷൻസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാക്കുക കുട്ടിയുടെ ഒബ്ജക്ട്സ്, കയ്യിലുള്ള ഒബ്ജക്ട്സ് വെച്ചിട്ടായിരിക്കും. ലൈക്ക് ടോയ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ കയ്യിൽ ടോയ്സ് ഉണ്ട്, അത് കിലുക്കുന്നു, അപ്പോൾ സൗണ്ട് വരുന്നു, അപ്പോൾ കുട്ടിക്കൊരു സന്തോഷം കിട്ടുന്നു. അങ്ങനെ പിന്നീട് ആ കുട്ടി അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോർഡിനേഷൻ ഓഫ് റിയാക്ഷൻ. അത് 8 to 12 മന്ത്സിലാണ്. ഇവിടെ ഇൻഫാൻസ് 2 ആക്ഷൻസ് കൂടി കമ്പൈൻ ചെയ്യാണ് പുതിയൊരു സൗണ്ട് ഉണ്ടാക്കാൻ. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം പറയുകയാണെങ്കിൽ കുട്ടി ടോയ്സ് കിളുക്കുമ്പോൾ സൗണ്ട് വന്നു. അപ്പം അതിൽ നിന്ന് വേറൊരു കാര്യം കൂടി കുട്ടി ഇതിലേക്ക് കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു സൗണ്ട് ജനറേറ്റ് ചെയ്യുകയാണ് ഈ കോർഡിനേഷൻ ഓഫ് റിയാക്ഷനിൽ. അതായത് ടോയ് കിലുക്കി പ്ലസ് അതിൻ്റെ ഒപ്പം താഴ്ത്തിട്ട് അടിച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടി എന്തായി, വേറൊരു സൗണ്ട് ഉണ്ടാക്കി അല്ലേ. അതിനെയാണ് നമ്മളിവിടെ കോർഡിനേഷൻ ഓഫ് റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടെറിഷ്യറി സർക്കുലർ റിയാക്ഷൻ. ഇത് 12 to 18 മന്ത്സിലാണ് ഉണ്ടാവുന്നത്. ഒരു പുതിയ കാര്യം കുട്ടി ഇങ്ങനെ ചെയ്തു നോക്കും. ഒബ്ജക്റ്റിനായിട്ടുള്ള ഇൻറ്ററാക്ഷനിൽ കുട്ടി ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കുന്നതാണ് ഈ ടെറിഷ്യറി സർക്കുലർ റിയാക്ഷനിൽ പറയുന്നത്. ലൈക്ക് ഇപ്പോൾ കപ്പ് ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും ചെയ്തു നോക്കുക, ക്ലേ വെച്ചിട്ട് പല ഷേപ്സ് അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഈ വക കാര്യങ്ങളൊക്കെ. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബട്ടൺ അമർത്തിയാൽ ടോയ് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ മനസ്സിലാക്കണം, ഒബ്സർവ് ചെയ്തിട്ട്, ഓ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനൊരു എഫക്റ്റ് ഇതിനുണ്ടാവും അല്ലേ എന്നുള്ള കാര്യം കുട്ടി മനസ്സിലാക്കുന്ന ഒരു പീരീഡാണ് ടെറിഷ്യറി സർക്കുലർ റിയാക്ഷൻ. നെക്സ്റ്റ് ഈസ് ഏർലി റെപ്രസെൻറ്റേഷണൽ തോട്ട്. ഇവിടെ കുട്ടി ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് അമ്മയായിട്ട് അഭിനയിക്കുന്നത്, ടോയ്സിന് ഫുഡ് വാരി കൊടുക്കുന്ന പോലെ അഭിനയിക്കുന്നത്, അതല്ലെങ്കിൽ പസിൽ ഫില്ലാക്കി കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏർലി റെപ്രസെൻറ്റേഷണൽ തോട്ടിൽ വരുന്നത്. സോ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇത് 2 to 7 ഇയേഴ്സ് ആണ് ഉണ്ടാവുന്നത്. ഇവിടെ കുട്ടി ജസ്റ്റ് കണ്ടുപോകൽ മാത്രമല്ല, ഇവിടെ കുട്ടിക്ക് ഒരു കാര്യം കൺവേ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കുട്ടി സിമ്പിൾസ് യൂസ് ചെയ്തു തുടങ്ങും. അതായത് ആ സിമ്പിൾസ് എന്ന് പറയുന്നത് മെൻ്റൽ ഇമേജ് ആവാം, വേർഡ്സ് ആവാം, ഗസ്റ്റേഴ്സ് ആവാം. ഇവിടെ 2 സബ് സ്റ്റേജാണ് വരുന്നത്, സിംബോളിക് പ്ലേ ആൻഡ് ഇൻറ്റ്യൂട്ടീവ് തോട്ട്. സിംബോളിക് പ്ലേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിളാണ്. നമ്മളുടെ കുട്ടികൾ ചിലപ്പോൾ ഇടയ്ക്ക് മെൻ്റലി റെപ്രസെൻ്റ് ചെയ്യും ഓരോ ഒബ്ജക്റ്റിനെ അല്ലേ. ലൈക്ക് ഇപ്പോൾ ഒരു വുഡൻ ബ്ലോക്ക് അതിനെടുത്ത് ഫോൺ പോലെ ആക്കിയിട്ട് സംസാരിച്ചുകൊണ്ട് നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതാണ് ഈ സിംബോളിക് പ്ലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻറ്റ്യൂട്ടീവ് തോട്ട്. ഇതിനെ കുട്ടികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേൾഡിനും അവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ പല ഡൗട്ട്സ് ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം കണ്ടു, അപ്പോൾ പറയും അതെന്താ അമ്മ അങ്ങനെ, അതെന്താ ഇപ്പം ഇങ്ങനെ ആയാൽ, അതെന്താ അങ്ങനെ ആയത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അവരെന്താണ് അവിടെ ജസ്റ്റ് കണ്ടിരിക്കില്ലല്ലോ, അവരിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് വേൾഡിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനെയാണ് ഈ ഇൻറ്റ്യൂട്ടീവ് തോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ കുറച്ച് കീ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഈസ് ഈഗോസെൻട്രിസം. ഈഗോസെൻട്രിസം എന്ന് പറയുന്നത് മറ്റൊരാളുടെ വ്യൂ പോയിന്റിൽ കുട്ടിക്ക് കാണാൻ പറ്റത്തില്ല. ഒരു കാര്യവും ഇതിപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ എനിക്ക്, അല്ലാണ്ട് മറ്റൊരാളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാനോ കാണാനോ എനിക്ക് പറ്റില്ല. ഇപ്പോൾ ഒരു കാര്യം കേട്ടു, അത് ഞാൻ മനസ്സിലാക്കി, അപ്പം ഞാൻ വിചാരിക്കണം ഞാൻ മനസ്സിലാക്കിയ പോലെ തന്നെയാണ് അയാളും മനസ്സിലാക്കിയിരിക്കുകയെന്ന് ചിന്തിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് എനിമിസം. എനിമിസം എന്ന് പറയുന്നത്
ഇപ്പോൾ ഇനാനിമേറ്റ് ഒബ്ജക്ട്സിനാണെങ്കിലും പോലും ഇപ്പോൾ ഫിഗറിൽ കാണുന്നുണ്ടാവും നിങ്ങൾ ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് ടെഡ്ഡി ബിയർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം അതിനും ജീവനുള്ള പോലെയാണ് ആ കുട്ടി അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വരെ മനുഷ്യരുടെ പോലത്തെ ഫീലിങ്സ് ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും കുട്ടികൾ അവിടെ കരുതുക. നെക്സ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൺസർവേഷൻ. കൺസർവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാം, ഒരു കുട്ടി ഗ്ലാസ് നോക്കിയിരിക്കുന്നുണ്ട്. അതിലിപ്പോൾ കൺസർവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു വലിയ ഗ്ലാസും വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ഗ്ലാസും വെച്ചിട്ടുണ്ട്, രണ്ടിൽ നമ്മൾ വെള്ളവും നിറച്ചിട്ടുണ്ട്. ഇതിലേതിലാണ് കൂടുതൽ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി എപ്പോഴും വലിയ ഗ്ലാസ്സിലുള്ളതായിരിക്കും കൂടുതലെന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ പറയും അല്ലേ. അപ്പോൾ പക്ഷേ ആക്ച്വലി ചിലപ്പോൾ രണ്ടിലും കണ്ടൻറ്റ് ഈക്വൽ ആയിരിക്കും, പക്ഷേ കുട്ടിക്ക് അവിടെ അത് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് അവിടെ വന്ന് തുടങ്ങിയിട്ടില്ല. അതിനാണ് നമ്മൾ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൺസർവേഷൻ എന്നുകൊണ്ട് പറയുന്നത്. ആ ഗ്ലാസിൻ്റെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വലുപ്പം സൈസും നോക്കിയിട്ടാണ് കുട്ടികൾ ആ ടൈമിൽ വിലയിരുത്തുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇറിവേഴ്സിബിലിറ്റി. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് A=B എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് ഒരിക്കലും അതിനൊരു വേറെയും ഡയറക്ഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാവില്ല. ലൈക്ക് B=A എന്നുള്ള കാര്യം മനസ്സിലാവില്ല. A=B എന്നുള്ളൊരു കാര്യം മാത്രമായിരിക്കും കുട്ടി ചിന്തിക്കുക. അല്ലാണ്ട് ഒരു കാര്യത്തിന് വേറൊരു ഡയറക്ഷനും കൂടി ഉണ്ട് എന്നുള്ള കാര്യം കുട്ടിക്ക് മനസ്സിലാവില്ല. നെക്സ്റ്റ് വൺ ഈസ് സെൻട്രേഷൻ. ഇതിൽ ഒരു കാര്യത്തിന് പല കാര്യങ്ങളുണ്ടാവും, അതല്ലെങ്കിൽ പല കാര്യത്തിൽ ഒറ്റൊരു ഇൻസിഡൻറ്റിന് തന്നെ നമ്മൾ പല കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ടാവും. പക്ഷേ ഇവിടെ ഈ കുട്ടിക്ക് പല ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ കൂടെ ഒരു ഫ്യൂച്ചറിന് മാത്രമേ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി, ആ കുട്ടിക്ക് ചേട്ടനും ഉണ്ട് ചേച്ചിയും ഉണ്ട്. അപ്പോൾ ഈ മൂന്നാൾക്കും അമ്മ മിഠായി കൊടുത്തു. പക്ഷേ കുട്ടിക്കൊരു പകുതി മിഠായിയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ കുട്ടിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. പകരം കുട്ടി നോക്കുമ്പോൾ മൂന്നാൾക്കും മിഠായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫോക്കസ് മാത്രമേ ആ കുട്ടി ചെയ്യുന്നുണ്ടാവുള്ളൂ. അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് രണ്ടാൾക്കും ഫുൾ മിഠായി കിട്ടിയിട്ടുണ്ട്, എനിക്ക് പകുതി കിട്ടിയിട്ടുള്ളൂ, ആ ഒരു കാര്യം കുട്ടിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കുട്ടി നോക്കുമ്പോൾ എല്ലാവരിലും മിഠായി ഉണ്ട്, ഈ ഒരു സാധനമായിരിക്കും. സോ ഇത്രയാണ് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത്. ദെൻ മൂവിങ് ടു തേർഡ് സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് 7 to 11 ഇയേഴ്സ് ആണ്. ഇവിടെ കുട്ടികൾ മെൻ്റൽ ഓപ്പറേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങും. അതായത് ലോജിക്കൽ റീസണിങ് ഒക്കെ കുട്ടികൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ലൈക്ക് 1 + 1 = 2, 2 + 2 = 4, ഇങ്ങനെയുള്ള റീസണിങ് ഒക്കെ നടത്താനായിട്ട് കുട്ടിക്ക് പറ്റും. ലോജിക്കൽ റീസണിങ് പോസിബിൾ ആയിരിക്കും. പിന്നെ മുന്നത്തെ സ്റ്റേജിൽ എന്തായിരുന്നു? ഇറിവേഴ്സിബിലിറ്റി ആയിരുന്നു, കൺസർവേഷൻ ഉണ്ടായിരുന്നില്ല, ഈഗോസെൻട്രിസം ആയിരുന്നു, അങ്ങനെയുള്ളതായിരുന്നു. അതെല്ലാം ഈ സ്റ്റേജിലേക്ക് ആകുമ്പോൾ കുട്ടി ഓവർകം ചെയ്തു വരും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിവേഴ്സിബിലിറ്റി, കൺസർവേഷൻ, ഡിക്രീസസ് ഇൻ ഈഗോസെൻട്രിസം, ഏബിൾ ടു എൻഗേജ് ഇൻ ഡീസെൻട്രേഷൻ. ഡീസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ സമയത്ത് കുട്ടിക്ക് പല കാര്യത്തിലും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. ഒറ്റ കാര്യത്തിൽ തന്നെ പല കാര്യങ്ങളുണ്ടെങ്കിൽ ആ പല കാര്യങ്ങളും ആ കുട്ടിക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുട്ടിക്കൊരു അബ്സ്ട്രാക്ട് തോട്ട് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് റീസണിങ് ഒന്നും പോസിബിൾ ആയിരിക്കില്ല. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഇവിടെ 11 to 15 ഇയേഴ്സ് ആണ് പീരീഡായിട്ട് വരുന്നത്. ഇവിടെ ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് ആൻഡ് അബ്സ്ട്രാക്റ്റീവ് തോട്ടാണ് മെയിൻ ഫീച്ചറായിട്ട് വരുന്നത്. ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പേഴ്സണൽ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള മാർഗം നോക്കുക. അതൊരിക്കലും ഇങ്ങനെ ട്രൈ ചെയ്യുന്നു, തെറ്റുന്നു, പിന്നെയും അടുത്ത ട്രൈ ചെയ്യുന്നു, അങ്ങനെ ആയിരിക്കില്ല. പകരം നമ്മൾ ഒരു ഓർഗനൈസ് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും അവർ ആ ഒരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് അബ്സ്ട്രാക്ട് തോട്ട്. അബ്സ്ട്രാക്ട് തോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ ചിന്തിച്ച് ചെയ്യുക, മനസ്സിലാക്കുക, അതിനുള്ള എബിലിറ്റീസൊക്കെ ഈ സ്റ്റേജിൽ അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സെൻസറി പിയാഷയുടെ സ്റ്റേജസ് ആയിട്ട് വരുന്നത്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമ്മുടെ നെക്സ്റ്റ് വീഡിയോസ് മിസ്സാവാതിരിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു.